സോ മുമ്പിൽ നമ്മുടെ മമ്മൂക്ക പോകുന്നുണ്ട്. രാത്രിയും പകലും ഒക്കെ വന്നപ്പോൾ ഇത്രയും വലിയ കുഴി ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. എൻ്റെ പൊന്നോ, 101, 102. ഇങ്ങനെ ആമ മല കയറുന്നാലും ഇങ്ങനെ പതുക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മടുപ്പായിരുന്നു. എൻ്റെ പൊന്ന് എന്താ സൗണ്ട് എന്നറിയാമോ, ഒരു ഒന്നൊന്നര സൗണ്ടും കാര്യങ്ങളൊക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ആക്ച്വലി നമ്മൾ എഗെയിൻ കൊച്ചി വരെ പോവാണ്. സോ കൊച്ചി പോകാനുള്ള ഇന്നത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, അതായത് നിങ്ങളെൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നീലക്കുറിഞ്ഞി മൂന്നാർ റൈഡിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിജീഷ് എന്ന് പറഞ്ഞ് മലപ്പുറത്തുള്ള. സോ അവൻ വരുന്നുണ്ട്. സോ അവന് കുറേ നാളെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്, ബിക്കോസ് കുറേ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട്, എടാ ഞാൻ എറണാകുളത്ത് വരട്ടെ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ, കുറേ ആയില്ല കണ്ടിട്ട് എടുത്തിട്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വൈ നോട്ട്, ഞാനും വരാം എറണാകുളം. അപ്പോൾ അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 11:01. ഇപ്പോൾ തോട്ടും എത്താറായി. പക്ഷേ ഇന്നത്തെ റൂട്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എനിക്ക് ആക്ച്വലി കുറുപ്പന്തറ പോയിട്ട് വേണം. ഇന്ത്യയിൽ നേരത്തെ ഒരു ആംബുലൻസിൻ്റെ പവർ ബാങ്ക് ഞാൻ ലാസ്റ്റ് ടൈം മേടിച്ചായിരുന്നു. അപ്പോൾ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ബാറ്ററി സർജിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ മേടിച്ചിട്ട് 1 മാസം പോലും ആയില്ല, ബാറ്ററി ഇങ്ങനെ വീർത്ത് വരുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിലവിൽ അവരെന്നോട് ഇവിടെ നിന്ന് അതായത് അങ്ങോട്ട് കൊറിയർ ചെയ്ത് തരാൻ പറഞ്ഞു. ഞാനങ്ങനെ കൊറിയർ ചെയ്ത് കൊടുത്തു. അവരത് റീപ്ലേസ് ചെയ്ത്, അവർ ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്ത് പുതിയ സാധനം അയച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കൊറിയറുകാർ എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാനത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ടിൽ വന്നത്. നല്ല രാത്രി വരാൻ വേണ്ടിയിരുന്നാണ് എറണാകുളം. പക്ഷേ ഞാൻ പറഞ്ഞു രാത്രി പിന്നെ കുറേ ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വേണ്ട, പിന്നെ നീ എപ്പോൾ വീട്ടിലെത്താനാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നത്തേക്ക് പ്രോഗ്രാം മാറ്റി വെച്ചു. ഈ നമ്മുടെ കയ്യിൽ പവർ ബാങ്ക് കിട്ടി. പവർ ബാങ്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല, ബിക്കോസ് സമയം കുറച്ച് ലേറ്റായിപ്പോയി. സോ മുമ്പിൽ നമ്മുടെ മമ്മൂക്ക പോകുന്നുണ്ട്. ചുമ്മാ പറഞ്ഞാണ്. ആക്ച്വലി മമ്മൂക്കയുടെ തന്നെ സെയിം കളർ വണ്ടി. സോ ഞാൻ ആക്ച്വലി ഡിഫറൻറ്ററിൻ്റെ ടെസ്റ്റ് റൈഡ് എടുത്തതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. സോ അന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ടെസ്റ്റ് റൈഡ് എടുക്കാനും വണ്ടി ഓടിച്ചു നോക്കാനൊക്കെ പോയത്. അപ്പോൾ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കാവുന്നതാണ്. തലയോലപ്പറമ്പ് നമ്മൾ ബൈപ്പാസ് കയറി ലാസ്റ്റ് ഏത് ഷോർട്ട് കട്ടിലേക്കടെയാണ് കയറിയത് അതിലേക്കടെ നമ്മൾ കയറി പോകുന്നു. അയ്യോ, രാവിലെ നോക്കി ഒരു വണ്ടി ഇടിച്ച് കിടക്കുന്നത്. ലാസ്റ്റ് ടൈം ഇവിടെയായിരുന്നു വെള്ളം കയറിയത്. സോ ഇപ്പം നിലവിൽ വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സോ റോഡ് ഓപ്പൺ ആയിട്ടും ഉണ്ട്. ഐ തിങ്ക് അവിടെ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടോ, അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടേക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു കുഴി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കുഴിയിൽ എന്തോ പ്രശ്നം കാണുമായിരിക്കും, അതായിരിക്കും നിർത്തിയത്. അവിടെ ഒരു വലിയൊരു കുഴിയായിരുന്നു. സോ ഐ തിങ്ക് യെസ്. എൻ്റെ പൊന്നോ, അന്ന് രാത്രിയും പകലും ഒക്കെ വന്നപ്പോൾ ഇത്രയും വലിയ കുഴി ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. എൻ്റെ പൊന്നോ, ഐ തിങ്ക് ഞാൻ ഇവിടെ എങ്ങാണ്ടാട്ടോ, ഇവിടെ എങ്ങാണ്ടാണ് ഞാൻ കുഴിക്കകത്തേക്ക് പോയത്. ലൈക്ക് വീണൊന്നുമില്ല, ജസ്റ്റ് കുഴിയിലോട്ട് ഇറങ്ങി. അന്ന് രാത്രി സത്യം പറഞ്ഞാൽ വെള്ളം കയറിയിട്ട് കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴും സത്യം പറഞ്ഞാൽ കുഴിയുടെ സൈസ് കാണുന്നത് തന്നെ. ഇവിടെ മുഴുവനും വെള്ളം കയറിയതാണ്. അപ്പോൾ അവിടുത്തെ വെള്ളം ഇങ്ങോട്ടും കയറിയതാണ്. വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ടു ബി ഓണസ്റ്റ്, വണ്ടിയും കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇത്രയും സ്പീഡിൽ ഓടിച്ചിട്ടില്ല. എറണാകുളം എത്താറാകുമ്പോൾ ഉള്ള ട്രാഫിക് ആസ് യൂഷ്വൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹെവി ട്രാഫിക്കാണ്. ഒന്ന് ഇടത്തോട്ട് ചേർത്ത് വിടരാ, ബാക്കിയുള്ളവനെ പോകാനും സമ്മതിക്കില്ല, സ്വന്തമായിട്ട് പോയി. GoPro എത്രയും വേഗം സർവീസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തൊക്കെ എറർ കാണിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ എന്താ ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലീൻ ചെയ്യാൻ എടുക്കാനൊക്കെ കൊടുത്തായിരുന്നു. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് സാധനം ഓഫായി പോകുന്നുണ്ട്. ഇല്ല, വൈറ്റിലെത്താറായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിലവിൽ എക്സാക്ട്ലി പേട്ട എത്തി. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി. ഇനിയിപ്പോൾ അധിക ദൂരം ഇല്ല വൈറ്റിലേക്ക്. സിഗ്നലിൽ അവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് മാക്ഡൊണാൾഡ്സിന് അങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം എന്താ പ്രോഗ്രാം കാര്യങ്ങൾ എന്നുള്ളത് നോക്കാൻ. ആ സെയിം എറണാകുളം വന്നപ്പോൾ ഈ സൈഡൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. സോ ഇന്ന് നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അന്ന് ഞാൻ
റിട്ടേൺ വന്നപ്പോൾ ഈ പാലം കയറിയാണ് വന്നത്. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഈ നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിൻ്റെ, അതായത് ട്രയംഫിൻ്റെ ഷോറൂമിൻ്റെ വാതിക്കലുള്ള ഇതിൽ നിന്ന് ആ ഒരു പാലത്തിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോയത്. ബിക്കോസ് അതൊരു ഷോർട്ട് കട്ട് ആയതുകൊണ്ട്. ഹോണ്ട CB350 RS, നൈസ്, സൗണ്ട് നൈസാണ്. ഏതാണ്ടൊക്കെ ഹെൽമെറ്റ് വന്ന് അടിച്ചിട്ടുണ്ട്. ഓ അയ്യോ, ഇവിടെ കയറണ്ടായിരുന്നു. ശേ, ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതെങ്ങനെ വന്നത്? പിന്നെ നിങ്ങൾക്ക് കൊച്ചിയിൽ വന്നിട്ട് നല്ല ബിരിയാണി കഴിക്കുന്ന സ്ഥലം വേണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൂപ്പർ ബിരിയാണി കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പോട്ട് കാണിച്ചു തരാം. ഫ്രീ സ്ട്രെച്ച്. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ R15 പുറയിലുണ്ട്. അവിടെ R15 പുറയിലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്ലൂ കളർ R15 ആണ്. കുറച്ച് കയറ്റി നിർത്തടാ. ഇതാണ് പുറയിൽ ടെയിൽ ടൈഡിയൊക്കെ വെച്ച് ചെറുക്ക സുന്ദരനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി നേരെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫ് ആവുന്നതുകൊണ്ട് ആകെ ഒരു ടെൻഷൻ. ഇതാണ് നമ്മുടെ ലുലു മോള്. എത്രത്തോളം വഴി കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നമ്മുടെ ലുലു മോളിൻ്റെ ഫ്രണ്ടിൽ വന്ന് നേരെ തന്നെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നേരെ തന്നെ പോവുക. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമുക്ക് U-ടേൺ എടുക്കേണ്ടത്. നമുക്കൊരു U-ടേൺ എടുക്കണം. U-ടേൺ ഇവിടെ നിന്ന് U-ടേൺ എടുക്കുക. ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നൊരു ലെഫ്റ്റ് വരും. ആ ലെഫ്റ്റ് എടുക്കണം നമുക്ക്. ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത് വളരെ എന്താ പറയുക, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണോ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അല്ലാതെ ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ബേസിക്കലി നേരത്തെ അറിയത്തൊന്നുമില്ലായിരുന്നു. ടാങ്കർ വന്നത് കൊണ്ട്. ഈ ഒരു ലെഫ്റ്റ് ഇങ്ങനെ എടുക്കുക. ഇവിടെയായിട്ടാണ് കടയുണ്ടോ? ഉണ്ട്. ഇല്ലാതൊന്നും ഇരിക്കുകയല്ല. അങ്ങോട്ട് കയറ്റി വെക്കാറുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ കട. ഫാൻ ഓഫ് ആവട്ടെ. ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ മറൈൻ ഡ്രൈവിലോട്ട് പോവാണ്. ഇവിടെ നിന്ന് നേരെ മറൈൻ ഡ്രൈവ്. ആൻഡ് ഇവിടെ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ പാലാരിവട്ടമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു. ഇവനവിടെ പോയി, ഇവനെ കാണാനില്ലല്ലോ. നമ്മുടെ ഏപ്രിൽ മെയ്യിലുള്ള പോലെ അതിനേക്കാളും ഭയങ്കരമായിട്ട് ചൂട്. പൊള്ളുന്നു. ഇപ്പം ഈ മഴ ഇത്രയും കഴിഞ്ഞിട്ട് ഇതുപോലെ വെയിൽ ആണെങ്കിൽ, അതുപോലെ ഇനിയിപ്പോൾ നാളെ സ്കൂളും കോളേജും എല്ലാം തുറക്കുകയും ചെയ്യും. എന്തൊരു കാലാവസ്ഥയാണ്, ഒരു പിടുത്തമില്ല. കാലാവസ്ഥ ഒരു ഇതുമില്ല കേട്ടോ. മഴക്കാലത്ത് വെയിൽ, മറ്റേ വേനൽക്കാലത്ത് മഴ, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഇതാണ് മറൈൻ ഡ്രൈവിൻ്റെ പാർക്കിംഗ്. എവിടെയെങ്കിലും തണലുള്ളടത്ത് കയറ്റി വെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടിട്ട് വലിയ ചെള്ള എനിക്ക് ഉണ്ട്. എടാ ഇവിടെ മൊത്തം ചെള്ളയാടാ. ബൈക്ക് വെച്ചാൽ മറിയും. അല്ലെ അവിടെ പാർക്കിംഗ് ഉണ്ടാക്കിയെങ്കിൽ നേരെ സൈഡിൽ വെക്കാം. ബാ, നീ അതിനോട് ചേർന്ന് വേടാ.
right. Just give me the word, you know I don't play right. Don't give me this, I'm gonna get back when I feel like. You know I don't play right, I'll put up a good fight. Just give me the word, you know I don't play right. You know I don't play right. Don't give me this, I'm gonna get back when I feel like. You know I don't play right, I'll put up a good fight. Just give me the word, you know I don't play right. You know I don't play right. Don't give me this, I'm gonna get back when I feel like. You know I don't play right. Just give me the word, you know I don't play right. Don't give me this, I'm gonna get back when I feel like. You know I don't play right. ട്രെയിൻ ഡ്രൈവിൽ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഓക്കെ, നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവാം. ഇത് പാർക്കിംഗ് ആട്ടോ ഫുള്ള്. അപ്പുറ സൈഡിലാണ് ഫുള്ള് കടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല അടിപൊളി സെറ്റ് സ്ഥലമാണ്. ഞാൻ നേരത്തെ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. പിന്നെ ബോട്ടിംഗ് ആദ്യമായിട്ടാണ്. ബോട്ടിംഗ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞാനും ബോട്ടിങ്ങിന് പോകുന്നത്. സോ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. കാണാൻ ഒരു വൺ ടൈം കാണാനുള്ളതുണ്ട്. ബട്ട് നമ്മൾ പോയ ബോട്ട് ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. സോ മടുത്തു പോയി. ഭയങ്കര ഇങ്ങനെ ആമ മല കയറുന്നാലും ഇങ്ങനെ പതുക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മടുപ്പായിരുന്നു. ബട്ട് ഓവറോൾ ഇറ്റ്സ് എവറിത്തിങ് ഈസ് ഓക്കെ. പിന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പീഡ് ബോട്ട് എടുക്കാം. 30 മിനിറ്റ് 1 മണിക്കൂറത്തേക്ക്. അതിന് എനിക്ക് തോന്നുന്നു 30 മിനിറ്റത്തേക്ക് ഏതാണ്ടൊരു 800 റുപ്പീസ് എങ്ങാണ്ട് ചാർജ് ആവും. അല്ലാണ്ട് 2, 3, 4 പേർക്ക് എങ്ങാണ്ട് ഒന്നിച്ച് പോകും. അങ്ങനെ അതൊക്കെ സെറ്റിംഗ് ഉണ്ട്. 1 മണിക്കൂറിന് 1500 രൂപ അങ്ങനെ എങ്ങാണ്ട്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം ആളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പം അവൻ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കുക. സോ ആളും ഇവിടെ പുതിയതാണ്, എറണാകുളത്ത് പുതിയതായിട്ടായതുകൊണ്ട് സ്ഥലങ്ങളൊന്നും വലിയ പിടുത്തമില്ല. അപ്പം മഴ പെയ്യാനുള്ള സകല സാധ്യതകളും ഉണ്ട്. ലുക്ക്, ഫുള്ള് കറുത്ത കാർമേഘവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇരുണ്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പാലത്തിലാണ്. സോ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വരെ പോവുകയാണ് ഗായ്സ്. സോ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോകാനുള്ള ബ്രിഡ്ജിലോട്ട് കയറി. സോ നമ്മൾ ആ ബ്രിഡ്ജിലേക്കിടയും വരാം. പക്ഷെ നമ്മൾ ഇത് കുറച്ചും കൂടെ നല്ല വ്യൂ കൂടുതൽ എവിടെയാട്ടോ. സോ അതുകൊണ്ടാണ് ഇതിലെ വന്നത്. ലുക്ക് അറ്റ് ദിസ്. ഇത് ഓൾഡ് ബ്രിഡ്ജാണ്. നല്ല അത്യാവശ്യം നല്ല വ്യൂ, നല്ല കാറ്റുണ്ട്, മഴ പെയ്യാനുള്ള സകല സാധ്യതയുണ്ട്. സോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ വരും, ഫോർട്ട് കൊച്ചിയിൽ വരും. ഇവിടെ പോകുന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് നോക്കി എടുത്ത് അങ്ങനെ പോകുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് അലമ്പ് റൈഡോ അല്ലെങ്കിൽ നമ്മൾ വെറുപ്പിക്കൽ പരിപാടികളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. റൈഡിങ്ങും കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ അതിനനുസരിച്ചുള്ള രീതിയിൽ പോവുകയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. മാക്സിമം നമ്മൾ റൈഡെല്ലാം എൻജോയ് ചെയ്യുക, മാക്സിമം നമ്മൾ റൈഡ് ചെയ്യുക, സേഫായിട്ട് വീടെത്തുക. ആ ഒരു രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ അലമ്പ് കാണിക്കുന്ന പരിപാടി നമ്മൾ നോക്കുന്നില്ല. സോ ഇതിൻ്റെ അകത്ത് പുറകിലത്തെ ടയർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇവനിത് പ്രിയോണിൻ്റെ അടുത്താണ്. അപ്പോൾ എടുത്തപ്പോൾ തന്നെ ഈ ഒരു ടയറാണ് കിട്ടും. ഇനിയിപ്പോൾ അവൻ പറഞ്ഞു അതിപ്പോൾ തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്റ്റോക്ക് മേടിച്ചിടാം, 150 or 160 മേടിച്ചിടാം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. എൻ്റെ ഫ്രണ്ടിലൊരു SLK 200 പോകുന്നുണ്ട്, കൺവെർട്ടബിൾ ആൻഡ് ഇൻ റെഡ് കളർ. ഇറ്റ്സ് റിയലി അമേസിങ്. കാരണം ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തത് സോനു വാഹിനിയാണ്. ആക്ച്വലി ബോംബെയിലായിരുന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ കയ്യിൽ ഇതിൻ്റെ ടോപ്പ് വേർഷൻ SL63 AMG ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തൊരു കാലമായിരുന്നു. SL63 AMG എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 2009 കാലഘട്ടത്തിലെ കാര്യമായിട്ടാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ എൻ്റെ പൊന്ന് എന്താ സൗണ്ട് എന്നറിയാമോ, ഒരു ഒന്നൊന്നര സൗണ്ടും കാര്യങ്ങളൊക്കെ. ബട്ട് ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്.
ഇറ്റ്സ് 200. ഞാൻ ആദ്യം വിചാരിച്ച 350 ആണെന്ന് ഓർത്തെ, ബട്ട് അല്ല 200 ആണ്. സോ ഫോർട്ട് കൊച്ചി എത്താറായിട്ടുണ്ട്. ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മാക്സിമം കറങ്ങുക, എൻജോയ് ചെയ്യുക, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ കുറച്ചും കൂടെ ബെറ്റർ ആട്ടോ നമ്മുടെ സിറ്റിയെക്കാളും. ആ പെങ്കൊച്ച് നമ്മുടെ ക്യാമറയിലോട്ടാണ് നോക്കിയത്, അടിപൊളിയായിട്ട്. ഐ ഹോപ്പ് റെക്കോർഡായെന്ന്. ആക്ച്വലി ഇതിൻ്റെ ഡിസ്പ്ലേ ഓണാണ്, 1 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ആവുള്ളൂ. അപ്പോൾ 1 മിനിറ്റ് വരെ ഓണായി കിടക്കുമ്പോൾ മോസ്റ്റ്ലി എല്ലാവരും, ഞാനിപ്പോൾ നോർമലി നമ്മൾ ബോട്ട് യാത്രയ്ക്ക് പോയപ്പോഴാണ് ഞാൻ 360 എടുത്ത് പൊക്കി വെക്കുമായിരുന്നു. അപ്പം യൂഷ്വലി എല്ലാവരും ഒന്നും വന്നു, ഓ ചോടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഡോഗ്സിനെയും ക്യാറ്റ്സിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബ്ലാക്കി വരുന്നുണ്ട്, ബ്ലാക്കി. വാവ്, ബെൽറ്റൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് നൈസായിട്ട് ചാടിയതാന്ന് തോന്നുന്നു ആശാൻ. സോ എൻ്റെ ഫ്രണ്ടിലൊരു VRS പോകുന്നുണ്ട്, സ്കോഡ ഒക്ടാവിയ VRS. എൻ്റെ എക്സോസ്റ്റ് നോട്ട് ഈസ് അമേസിങ്. സോ ഈ ഒരു പാലത്തിൽ വെച്ച് നമ്മൾ ഷോട്ട് എടുത്തായിരുന്നു പണ്ട് എൻഡോർക്കിൽ വന്ന സമയത്ത്. രാവിലെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ, ഉച്ചയ്ക്ക് ഭയങ്കര ചൂട്, ഇപ്പോൾ വേണ്ട മഴ.